നമസ്കാരം. കടലും കായലും ചേരുന്ന തോട്ടപ്പള്ളിയിൽ അവിടെ പലാസോ സീഗൾസിന്റെ ദൃശ്യങ്ങൾ, അത് ആലപ്പുഴയിൽ നിന്ന് പ്രശാന്ത് മംഗലശ്ശേരി പകർത്തിയതാണ്. ആ ദൃശ്യങ്ങളോടുകൂടിയാണ് ഇപ്പോൾ മോർണിംഗ് വൈബ്സ് ആരംഭിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. മോർണിംഗ് വൈബ്സ് നമ്മൾ ഇനി മുതൽ ഈ ഇലക്ഷന്റെ പ്രചാരണ ചൂടിലേക്ക് കടക്കുകയാണ്. ഇന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രനെ തേടിയെത്തിയിരിക്കുകയാണ്. ഇത് EJ ഫ്രാൻസിസ് സ്മാരകം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ്. ഇവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത്. ഈ ഓഫീസിൽ, ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസിനുള്ളിൽ ചെറിയൊരു മുറിയുണ്ട്. അവിടെയാണ് അദ്ദേഹത്തിന്റെ താമസം. നമുക്ക് നേരിട്ട് അങ്ങോട്ടേക്ക് തന്നെ കയറാം. ഇവിടെ ഇതിനുള്ളിൽ രാവിലെ പ്രചാരണത്തിന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. അദ്ദേഹം റെഡിയാവുകയായിരുന്നു. ഇത് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെയാണ് അദ്ദേഹത്തിന്റെ താമസ സ്ഥലം. അദ്ദേഹം റെഡി ആയിട്ടുണ്ടെന്ന് കരുതാം. സഖാവേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, നമസ്കാരം. അപ്പൊ ഇതാണ് സഖാവിന്റെ താമസ സ്ഥലം അല്ലേ? ഇത് എത്ര നാള് ഇവിടെ താമസമൊക്കെ ആരംഭിച്ചിട്ട്? ഇവിടെ താമസം ആരംഭിച്ചിട്ട് ഇപ്പൊ ഒരു 6-7 മാസമായി. 7 മാസമല്ല കൂടുതലായിട്ടുണ്ടാവും. നമ്മുടെ പാർട്ടി ഓഫീസിന്റെ റിനിവേഷൻ വന്നല്ലോ. അപ്പൊ പിന്നെ അവിടെ നിന്ന് ഒഴിയാതെ അറിയില്ലല്ലോ, ഇതെല്ലാം പൊളിക്കല്ലേ. അപ്പൊ ഒരു അഭയം. അപ്പൊ ഇവര് പറഞ്ഞ റൂം നമ്മൾ തന്നേക്കാന്ന് പറഞ്ഞു. ആ റൂം അവര് ഒരു ചെറിയ റൂം, ഒരു കട്ടിലിടാനുള്ള സൗകര്യവും ഒരു ബാത്റൂമും. അതെ, ബാത്റൂം. അത് പിന്നെ പുസ്തകങ്ങൾ വെക്കണം, പരമാവധി വെക്കണം, അത്ര തന്നെ. വേറെ എനിക്ക് വലിയ സൗകര്യമൊന്നും വേണ്ടല്ലോ, അതുകൊണ്ട് പോവും ധാരാളം. ഭക്ഷണമൊക്കെ എല്ലാം പുറത്തുനിന്നാണ് അല്ലേ? എല്ലാം പുറത്തുനിന്ന്. അത് ഒരുപാട് കാലം ശീലിച്ചു പോയതല്ലേ. വീട്ടിലെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത്യപൂർവമായിട്ടാ വീട്ടിലെ ഭക്ഷണം. അതിന്റെ കൊതിയൊക്കെ ഉണ്ടാവില്ലേ? കൊതി അല്ല, മനുഷ്യരുമായി ബന്ധപ്പെടുമ്പോഴല്ലേ അതിൻ്റെ ഒരു ജീവിതത്തിന് അർത്ഥം മനസ്സിലാവുന്നത്. അപ്പോൾ പിന്നെ കൊതി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, കൊതി നമ്മുടെ മനസ്സാണ് ഇതിനെല്ലാം കാര്യം. കൊതി ഉണ്ടാകുന്ന മനസ്സാണല്ലോ. അപ്പം മനസ്സ് ഇതെല്ലാം നിയന്ത്രിക്കാൻ പക്വമാക്കിയാൽ പിന്നെ വേറെ പ്രശ്നമില്ല. അപ്പം രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ മനസ്സിനെയാണ് ആദ്യമായി പക്വമാക്കേണ്ടത്. ആ പക്വത നേടിയെടുക്കാൻ എനിക്ക് വഴികാട്ടിയത് എൻ്റെ അമ്മയാണ്. അമ്മ തന്നെ പറയാറുണ്ട് എപ്പോഴും, എന്ത് കഴിച്ചില്ലെന്ന് ആരോടും പറയരുത്. അത് നമ്മുടെ ഒരു അന്തസ്സാണ്. ഇത് കുടുംബത്തിൻ്റെ അന്തസ്സാണ്. അപ്പം ആ അന്തസ്സ് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, പറയരുത് എന്ന് പറയുമ്പം മറ്റൊരാൾക്ക് നമ്മളെ ബാധ്യതയാവരുതെന്ന് കൂടിയുണ്ട്. അപ്പോൾ ഉള്ളുകൊണ്ട് ഓണം പോലെ ഒന്ന് പഴയ കാലത്ത് പറയുന്നതല്ലേ, അതുപോലെ ഒരു ഉറപ്പാണത്. നമ്മളെ ജീവിതത്തിൻ്റെ അർത്ഥം തന്നെ അതല്ലേ. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചാൽ അദ്ദേഹം മരിക്കുന്നവരെയുള്ള കാലം, ആ കാലത്തിനിടയ്ക്ക് ചെയ്യുന്ന ഏത് പ്രവർത്തനമായാലും അത് അവൻ്റെ അക്കൗണ്ടിൽ വരും. അത് നല്ലതാണെങ്കിൽ നല്ലതായി വരും, ചീത്തയാണെങ്കിൽ ചീത്ത വരും. മഹാനായ ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്, ഒരാളെ നിങ്ങൾ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ നിങ്ങളൊരു പേരെഴുതിയിട്ട് ഒരു 100 നമ്പർ ഇട്ടൊരു ഗ്രാഫ് തയ്യാറാക്കുക. ഗ്രാഫിൽ ഓരോ നന്മയും അത് ടിക്ക് ചെയ്യുക, തിന്മയാണെങ്കിൽ മൈനസ് ഇടുക. ഏതാണോ കൂടുതൽ അതാണ് അദ്ദേഹത്തിന് അടക്കുന്നത്. ഞാൻ അത്രയും നോക്കലില്ല, ഞാൻ പരമാവധി നന്മയുടെ വഴിയിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കാറാണ് പതിവ്. സ്വന്തം ഗ്രാഫ് വിലയിരുത്തുന്നത് എങ്ങനെയാണ്? അത് ഗ്രാഫ് ഞാൻ ഓരോ കാര്യത്തെക്കുറിച്ചും ഒരു സ്വയം വിമർശനവും അതുപോലെ വിലയിരുത്തൽ നടത്തി. ഇപ്പം താങ്കളുമായി ഞാൻ സംസാരിച്ചു, എന്തെങ്കിലും കാര്യത്തിൽ തെറ്റിപ്പോയി, സംസാരിച്ച് തെറ്റി വാക്കൽ, അത് ഞാനന്ന് രാത്രി ഓർക്കും. ഞാൻ അദ്ദേഹത്തോട് ഒരു തെറ്റ് പറഞ്ഞിരിക്കുന്നു. ആ തെറ്റിന് അടുത്ത ദിവസം ഞാൻ ക്ഷമ ചോദിച്ച് എനിക്ക് മനസ്സ് നേരെയാണ്. അത് ഒരു ജീവിതമാണ് ഇതെല്ലാം. കാരണം ഓരോരുത്തരെയും അവരവരുടെ സ്റ്റാറ്റസ് അനുസരിച്ച് നമ്മൾ കണക്കിലെടുക്കണം. മനുഷ്യർ ഓരോരുത്തരെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും വ്യക്തിത്വമുണ്ട്. നമ്മളാവും മോശം, മറ്റവനത് എന്ന് നമ്മളങ്ങ് തീരുമാനിക്കല്ലേ വേണ്ടേ. പകരം നമ്മൾ ഓരോരുത്തരെയും വ്യക്തിത്വത്തെ നമ്മൾ ബഹുമാനിക്കണം. കാരണം ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ നമ്മളറിയാത്ത ഒരുപാട് പ്രത്യേകതകൾ ഒരു വ്യക്തിയിൽ കാണുന്നുണ്ട്. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതൊന്നും ശരിയല്ല. നമ്മളായിട്ട് ജീവിച്ചാൽ ഈ കുഴപ്പമുണ്ടാവില്ല. അതിനൊരു വലിയ ഘടകം എനിക്ക് വായനയാണ്.
വായന എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത്രയും പുസ്തകങ്ങൾ ഇപ്പം ഉണ്ട്. ഇനി വായിക്കാൻ ശേഷിക്കുന്ന പുസ്തകം ഇതിനകത്ത് കാണും. വലിയൊരു ശേഖരം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഒരു ദിവസം വന്നപ്പോൾ ഇതിലും കൂടുതൽ ശേഖരം ഉണ്ടായിരുന്നു. ശേഖരം ഉണ്ടായിരുന്നു, അവിടെയുണ്ട്, പാർട്ടി ഓഫീസിലുണ്ട്. അതും അതും കുറച്ചല്ല. അവിടെ പിന്നെ എൻ്റെ കയ്യിലുള്ള ആയിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട്. അതും വളരെ വളരെ പ്രസിദ്ധമായ എല്ലാ തരം പുസ്തകങ്ങളും നിങ്ങൾക്ക് കാണാം. നോവലുണ്ട്, കഥകളുണ്ട്, കവിതകളുണ്ട്, എല്ലാം ഉണ്ട്. അതിനൊന്നും ഒരു വ്യത്യാസമില്ല. ഇഷ്ട സാഹിത്യം ഏതാണത്? ഏതാ നോവലാണോ അല്ലെങ്കിൽ ജീവചരിത്രങ്ങളാണോ? എന്താണത്? അല്ല, ഞാൻ വായിച്ചു തുടങ്ങുന്നത് നോവലിലൂടെയാണല്ലോ വായിച്ചു തുടങ്ങുന്നത്. നോവലിലൂടെയാണ്. അപ്പം രാമായണം, മഹാഭാരതം ഇതുപോലുള്ള നമ്മൾ അടിസ്ഥാന കാവ്യങ്ങളുണ്ടല്ലോ, അത് എൻ്റെ അമ്മ എന്നെ പറഞ്ഞു തരിക. അപ്പം അമ്മ തന്നെ ചൂണ്ടിക്കാണിക്കും ഇന്ന പുസ്തകം വായിച്ചോളൂ. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള പ്രമുഖ സാഹിത്യകാരന്മാരുടെ എൻ്റെ മനസ്സിൽ വരുന്നത്. ബഷീർ, തകഴി, MT, ദേവ്, ഇതുപോലുള്ള പ്രമുഖരായ എഴുത്തുകാരുടെ കൃതികളൊക്കെ നമ്മുടെ മനസ്സിനകത്ത് അത് വെറും അനുഭൂതി മാത്രമല്ല, നമുക്കതിലൊരുപാട് പഠിക്കേണ്ട കാര്യമുണ്ട്. ഇത് MTൻ്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന പുസ്തകം വായിച്ചിട്ട് അമ്മേൻ്റെ മുമ്പിൽ ഞാനാ വായിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അമ്മയും ഞാനും കരഞ്ഞുപോയി. ചില പുസ്തകങ്ങളിൽ ഈ നമ്മൾ എഴുത്തുകാർ കൊണ്ടുപോയി അവരവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളിലെ ആ കഥാപാത്രങ്ങളുടെ വഴി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടായി തോന്നും. നമ്മളറിയാതെ കണ്ണ് നനഞ്ഞു പോകും. കണ്ണ് നനയ്ക്കുന്ന ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ സ്വാഭാവികമായി വരും. അപ്പം നല്ല എഴുത്തുകാരെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിങ്ങലുകളും ആ ജീവിതത്തിൻ്റെ അർത്ഥവും എല്ലാം വ്യക്തമാക്കുന്ന എഴുത്തുകാർ. അതുകൊണ്ട് എഴുത്തുകാരെ പോലെ വലിയ വലിയ ആളുകൾ, ആ എഴുത്തുകാർക്ക് സാധാരണ ഒരാൾക്ക് എഴുതാൻ കഴിയും. ഒരു കത്തെഴുതുക എന്ന് പറയുന്നത് തന്നെ എളുപ്പമല്ല. കത്തെഴുതുന്നത് ചിലപ്പോൾ കത്തെഴുതുന്നത് കാന്നുള്ള കൂവാവും. കുത്ത് നിന്റെ കുത്ത് കിട്ടി, ആ കുത്താവും. അതല്ല, ഇത് കത്ത് എന്ന് പറഞ്ഞാൽ ആ കത്തിനൊക്കെ അർത്ഥമുണ്ട്. ഇപ്പം നമ്മുടെ അച്ചുമൻ്റെ ഡയറി കുറിപ്പുകൾ, C. അച്ചുമൻ, ആ ഡയറി കുറിപ്പുകളെല്ലാം വായിച്ചവർ ലൈഫ് ശരിക്കും കൃത്യമായിട്ടുണ്ടല്ലോ. രാഘവൻ്റെ വീട്ടിൽ കല്യാണത്തിന് പോയി. കല്യാണത്തിന് പോയപ്പോൾ ഞാൻ 25 രൂപ അവിടെ കൊടുത്തു. അപ്പോൾ കൊടുത്തു നോക്കുമ്പോൾ ആളുകളെല്ലാം 100, 200, 500 കൊടുക്കുക. രാഘവൻ പാവ, അവന് കുറച്ചുകൂടി കാശ് കൊടുക്കണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിലിരുന്ന ആ കാശില്ലല്ലോ, എന്തെങ്കിലും കൊടുക്കായിരുന്നു. ഇത് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ തട്ടിയുള്ള ഒരു തേങ്ങലാണത്. അത് അച്ചുമനെ പോലുള്ള ആൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ്. അപ്പം മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പൊതുപ്രവർത്തകർ നീങ്ങേണ്ടത്. പൊതുപ്രവർത്തകർ ഓരോ അവശത അനുഭവിക്കുന്ന മനുഷ്യൻ്റെയും ആ മനസ്സിനെപ്പറ്റി ശരിക്കും പഠിക്കണം. അത് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പൊതുപ്രവർത്തനമാകാൻ കഴിയില്ലല്ലോ. അപ്പോൾ പൊതുപ്രവർത്തനമായത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ നേട്ടമായി ഞാൻ കാണാറുണ്ട്. കാരണം മനുഷ്യരുമായി ഇടപെടാൻ, അവരുടെ ദുഃഖവും അവരുടെ കണ്ണീരും അവരുടെ പുഞ്ചിരിയും എല്ലാം നേരിട്ട് കാണാൻ, നേരിട്ട് ഓരോരോ ജീവിതം, ഓരോ അനുഭവങ്ങളും. അതെ, അതൊരു വലിയ കാര്യമാണ്. ഞാനേ ഈ മുറിയിൽ ഒറ്റൊരു ഫോട്ടോ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈ ഫോട്ടോയുടെ വയ്ക്കാനുള്ള എന്തെങ്കിലും പ്രത്യേക കാരണം? അല്ല, അത് കുറച്ചുകൂടി പ്രത്യേകതയുള്ള ഫോട്ടോ. EK നായനാർ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന നായനാരാ. പച്ച മനുഷ്യൻ എന്ന് നമ്മൾ പറയാമെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് പറയണം. ഒന്നുമില്ല, ഈ നായനാരും ഞാനും കൂടിയിട്ട് ഒരുമിച്ച് ചീമേനി സംഭവം ഓർക്കുന്നില്ലേ? ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി പ്രവർത്തകന്മാർ ആഫീസിൽ പോയി അവർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കണക്ക് കുത്തിക്കുറിക്കുമ്പോഴാണ് പുറത്തുനിന്ന് തീ കൊളുത്തി ചുട്ട് വന്ന്. അന്ന് ബോഡിയുമായി അവിടെ ചെല്ലുന്നത് നായനാരെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. കാരണം അന്ന് എനിക്ക് കാസർഗോഡ് ജില്ലയിൽ ചാർജായിരുന്നു. നായനാരൊന്നും മത്സരിച്ചിരുന്നില്ല. ഞങ്ങൾ രണ്ടാളും കൂടി അവിടെ ചെന്നപ്പം ഇത് കണ്ട് ആളുകൾ കരച്ചിലാണ്. ആ കരച്ചിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആളെ ബോധ്യപ്പെടുത്താനുള്ള കാര്യമല്ല, കരഞ്ഞു പോകുന്നതാണ്. ഞങ്ങളും കരഞ്ഞു പോയി, നായനാർ കരഞ്ഞു, ഞാനും കരഞ്ഞു. നായനാരോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ നായനാർ പറഞ്ഞു, വാടൂ നമുക്ക് പോവാം. എന്നോടും പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല. ആ നായനാരാണ്. ആ നായനാർ എന്ന പച്ച മനുഷ്യൻ എൻ്റെ ജീവിതവുമായി ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അത്രമാത്രം അടുത്തയാളാണ് നായനാർ എന്ന് പറഞ്ഞാൽ. ഹൃദയവിശാലമായ ഒരു മനുഷ്യനെയാണ് നായനാരിൽ കൂടി ഞാൻ കണ്ടത്. ആ നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഞാൻ ഈ 1-ാം നമ്പർ കാറിൽ കയറുന്നത്. നിർബന്ധിച്ച് എന്നെ പിടിച്ച് കയറ്റിയ നായനാർ. അപ്പം ഞാൻ പോയതാ.
ഇപ്പം ഞാൻ ഈ ചുവന്ന ബോർഡ് വെച്ച കാറിൽ കയറാറേയില്ല, അതിൻ്റെ ഏർപ്പാടില്ല അന്ന്. അപ്പം ഇതുപോലെ രാഷ്ട്രീയത്തിൽ നമുക്ക് എന്നും കാണുന്ന ഒരു പ്രധാനപ്പെട്ട ആളുകളാണ് ഇവരൊക്കെ. അതിൻ്റെ കൂടെ ഗീതാ മുഖർജി എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തിലെ പോരാട്ടത്തിൻ്റെ ഒരു നായികയായിരുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ വളരെ പ്രധാനമായിരുന്നു അവർ. അങ്ങനെയുള്ള ആളുകളുള്ളതുകൊണ്ടാണ് ആ പടം അവിടെ ഓർമ്മിച്ചത്. കാരണം ചില ആളുകൾ ഞാനാരെ ഒറ്റക്കുള്ള ഫോട്ടോ എൻ്റെ കയ്യിൽ അന്നേരം ഇല്ലായിരുന്നു, പിന്നെ ഇവിടുന്ന് തന്നെ എടുക്കുന്നത്. അതുകൊണ്ടാണ് രാവിലെ നമുക്ക് ചായ കുടിച്ചാലോ? ചായ കുടിക്കാൻ നമുക്ക് ചായ കുടിക്കാൻ അവിടെ പോകണ്ടേ? അതാണല്ലോ നമ്മുടെ റൂമിന്റെ വാതിൽ അടയ്ക്കണോ? വാതിൽ അടച്ച അത് കുഴപ്പമില്ല. അത് നമ്മൾ അടച്ചിട്ട് പോവാലോ, അടക്കുന്നതല്ലേ നല്ലത്. വേറെ ഒന്നും സംഭവിക്കാറൊന്നും പോകുന്നില്ല. പരിചയം മാത്രമല്ല പോകുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ നിന്നും ഒന്നും കിട്ടൂല. എന്റെ മുറിക്കകത്തുനിന്ന് ആരെങ്കിലും പുറത്തുനിന്ന് ഒന്നുമില്ല. അതുകൊണ്ട് വലിയ കാര്യമില്ല. അവർക്ക് നട്ടക്കച്ചവടായിരിക്കും. സമയം നട്ടൊന്നുമില്ലാതെ പിന്നെ വേറെ എന്തായാലും